രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രുതി ആദ്യം ഫോൺ വിളിക്കുവാണ്. കാരണം ആദ്യം കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ തിരക്കിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഇടയ്ക്ക് അതൊന്നും ശ്രുതി ഓർത്തത് പോലുമില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ചോദിച്ചു, അമ്മ എപ്പോഴാ ഇവിടേക്ക് വരുന്നേ? എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതുവരെ ആയിട്ടും അമ്മ എന്താ എന്നെ വന്ന് കൊണ്ടാത്തതെന്ന് ചോദിച്ചു. അതെ, മോനെ കൊണ്ടാനായിട്ട് അമ്മ വരാന്ന് പറഞ്ഞു. ദേ വെറുതെ പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. ഞാൻ വിളിച്ചിട്ട് അമ്മ ഫോൺ പോലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. എന്തേ? മുത്തശ്ശേരി ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിമലയുടെ ഈ ഫോൺ കൊടുത്തപ്പോഴത്തേനും വിമല ചോദിച്ചു, എന്താ മോളെ ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? നീ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ അമ്മ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പിന്നെ മീരയെ വിളിച്ചു. നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് വീട് മാറണം, വാടക വീട് മാറണം. പിന്നെ അവനെ പുതിയ സ്കൂളിലേക്കും ചേർക്കണം. അതാ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു. എന്താ മോളെ ഇത്ര പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുക്കാനായിട്ട്? അതൊക്കെ ഉണ്ട്, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല, അത് അപകടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പക്ഷേങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോഴത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ പറ്റില്ലമ്മേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കരയുവാണ്. അപ്പോഴേക്കും വിമലയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശ്രുതിയും തമ്മിൽ ചിലപ്പോൾ വേർപിരിയാനും കൂടെ ചാൻസ് ഉണ്ട്. തൻ്റെ മകളുടെ ജീവിതം രണ്ടാമതും കൂടെ തകർന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കൊട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം ശരത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ചേച്ചിയെ കാണണം, ചേച്ചിയെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അങ്ങനെ രേവതിയെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് ശരത്ത് പറഞ്ഞു. അങ്ങനെ രേവതി പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് ശരത്തിനെ പോയി കാണുവാണ്. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ചേച്ചി എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് ദേവുവിനെ കുറിച്ചാ. ദേവുവിനെ കുറിച്ചോ? അവളെക്കുറിച്ച് എന്ത് കാര്യ? അത് പിന്നെ വേറൊന്നുമല്ല, ദേവുവിന്റെ കാര്യം അറിയാലോ. അവിടെ ഇന്നലെ അരുണിനെ പോയി കണ്ടിട്ട് പറഞ്ഞെന്ന്. അവർ തമ്മിലുള്ള ബന്ധം വേണ്ടാന്നൊക്കെ പറഞ്ഞെന്ന്. വേണ്ടാന്നോ? അതെ, ചേച്ചിക്കറിയാലോ ഇന്ന് വരെ ദേവു ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാ പറയണേ. പിന്നെ ഈ പറയുന്ന ദേവു സ്നേഹിച്ച ചെറുപ്പക്കാരൻ്റെ അതായത് അയാളുടെ സ്വഭാവം ചീത്തയാണെന്നും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ദേവു ഒരിക്കലും അങ്ങനെ ഒരു ചീത്ത ബന്ധത്തിൽ പോയി ചാടില്ലല്ലോ. ഒരു പക്ഷെ അയാളുടെ നല്ല സ്വഭാവമായിരിക്കും. സച്ചേണ്ട എന്തേലും ഒരു തോന്നലുണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമായിരിക്കും അതിന് കാരണം. അവർക്ക് തമ്മിൽ എന്തേലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. സച്ചേട്ടനോട് ചേച്ചി ഒന്ന് പറയണം. സച്ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ അമ്മ സമ്മതിക്കും ഈ ബന്ധത്തിന്. നമുക്ക് ദേവുവിന്റെ കല്യാണം നടത്തി കൊടുക്കണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എടാ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? എൻ്റെ അനുജത്തെയും കൂടെ അല്ലേ ദേവു. ഞാൻ സച്ചേട്ടനോട് ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ച. അതെ, സച്ചേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായിരിക്കും. സച്ചേട്ടൻ്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അതെ, ചിലപ്പം ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ അയാൾ നല്ലവനായിരിക്കും ചേച്ചി. എപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ ആൾക്കാര്. ചിലപ്പോൾ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം ഉണ്ടായതായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും കാണത്തില്ല. ദേവു അത്ര ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അയാളെ സ്നേഹിച്ചേ. ഒരു പക്ഷേ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവു വേറെ വിവാഹം കഴിക്കുമെന്ന് പോലും തോന്നില്ല. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കുന്നതല്ല ചേച്ചി നല്ലത്. ഇനിയിപ്പോൾ ദേവുവിന് നമ്മൾ വേറൊരു ബന്ധം കണ്ടെത്തിയെന്ന് വെച്ചോ. സച്ചേട്ടൻ കുറെ ആലോചനകളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടെത്തിയാലും അത് ശാശ്വതമായിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ? രേവതി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ സച്ചേട്ടനോട് ഒന്നുകൂടെ സംസാരിക്കാം. അതെ, അമ്മ പറയുന്നേ സച്ചേട്ടൻ പറഞ്ഞാൽ അമ്മ കേൾക്കൊള്ളുന്ന. സച്ചേട്ടൻ പറയണം ദേവും അരുണും തമ്മിലുള്ള വിവാഹം നടക്കാനായിട്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ പോയി പറയാം, നീ വിഷമിക്കാതെ പോകും. ദേവുവിനെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു. പാവം അവള്, എനിക്കറിയാം അവളുടെ മനസ്സെന്താന്ന്. അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം. അത് മാത്രമല്ല ചേച്ചി, അമ്മയ്ക്ക് ഭയങ്കര പേടി എന്താണെന്നറിയാമോ? ഒരുപക്ഷെ ദേവു ആ പോലീസുകാരൻ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോന്ന്. സച്ചേട്ടൻ ചേച്ചീനെ ഉപേക്ഷിക്കുക മറ്റോ ചെയ്യുമോ എന്നൊക്കെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. സച്ചേട്ടൻ പറയുന്ന അനുസരിക്കാതെ. അതുകൊണ്ടാണ് ദേവു പോയി പറഞ്ഞത്, എനിക്ക് ഇനിയിപ്പം നിങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞു. ദേവു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര വിഷമമായി. കാര്യം പറഞ്ഞാൽ ദേവുവിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാവുന്നുള്ളൂ. വേണമെങ്കിൽ വർഷ ശ്രീകാന്തോ കാണിച്ച പോലെ ഇറങ്ങിപ്പോ. പക്ഷെ ദേവു അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നാണക്കേടാവുന്നുള്ള കാര്യങ്ങളൊക്കെ ദേവുവിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിനേക്കാൾ ഉപരി സച്ചേട്ടനെ തന്നെയൊക്കെ വേദനിപ്പിക്കേണ്ട വരുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് താനും. അങ്ങനെ രേവതി ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സച്ചി ഒരു ഓട്ടം പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ രേവതി വിളിച്ചു, സച്ചിയേട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, ദേവുവിൻ്റെ അരുണിൻ്റെ വിവാഹക്കാര്യത്തെക്കുറിച്ച്. എന്ത് സംസാരിക്കാനായിട്ട്?
അത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ ചാപ്റ്ററല്ലേ രേവതി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. അതല്ല സച്ചേട്ടാ. പിന്നെയോ? അത് പിന്നെ നീ കാര്യം എന്താ വെച്ചാ പറ രേവതി. അത് ശരത്ത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ദേവ് കഴിഞ്ഞ ദിവസം പോയി അരുണിനോട് പറഞ്ഞെന്ന്. അരുണുമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന്. അവൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നറിയാവോ? എന്നോടും സച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാ. ആ ചെറുപ്പക്കാരൻ നല്ലതാണെന്ന് എനിക്ക് തോന്നേ. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായേക്കണം. ഒരു ഈഗോ പ്രശ്നമായിരിക്കും സച്ചേട്ടാ. നമുക്ക് അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കണ്ടേ, ദേവുവിൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അരുണും ദേവും തമ്മിലുള്ള വിവാഹം നടത്തുന്നതല്ലേ നല്ലോന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ലല്ലേ? ഞാൻ വെറുതെ കള്ളത്തരം പറയുന്നാ പറയണേ. അയാളൊരു പോലീസുകാരനൊക്കെ തന്നെയാ. അയാൾ പക്ക ഫ്രോഡാ. എന്നെ എത്ര വട്ടം രേവതി കൊടുക്കാൻ നോക്കിയത്. സച്ചേട്ടൻ ശരി സമ്മതിച്ചു. പക്ഷെ അത് അയാളുടെ സാഹചര്യം കൊണ്ടാണെങ്കിലോ? എന്ത് സാഹചര്യം സച്ചേട്ടാ? ഇപ്പൊ സച്ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ചോ, പക്ഷെ ദേവുവിന്റെ സങ്കടം കണ്ടു കഴിയുമ്പം അമ്മ ചിലപ്പോ ഈ ബന്ധത്തിന് സമ്മതിച്ചാലോ? അപ്പൊ സച്ചേട്ടൻ എന്ത് ചെയ്യും? സച്ചേട്ടൻ എതിർക്കാൻ പറ്റുമോ? ഞാൻ എതിർക്കത്തൊന്നുമില്ല. നിന്റെ അമ്മയും കുടുംബക്കാരും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എതിർക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അതിനകത്ത് പങ്കെടുക്കാനൊന്നും വരത്തുമില്ല. പിന്നെ നിന്റെ വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും കാണത്തില്ല. അതും പറഞ്ഞിട്ട് സച്ചി തിരിഞ്ഞൊരൊറ്റ പോക്കം കൂടെ പോയി. രേവതിക്ക് കണ്ണു നിറഞ്ഞു വന്നു. ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ ചെന്നെത്തും? ഒരുപക്ഷെ അമ്മ പറയുന്നത് ശരിയാണ്. ഒരു വസ്തു ദേവു, ഒരു വസ്തു സച്ചേട്ടൻ. ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നറിയത്തില്ല. ഒരാൾ ചോരയും ഒരാൾ തന്റെ ഭർത്താവും. ദേവുവിന്റെ വിഷമം അതും കണ്ടു നിൽക്കാൻ രേവതിക്ക് പറ്റില്ല. സച്ചേട്ടനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അതും രേവതിക്ക് അറിയണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി സച്ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ആ പ്രതീക്ഷയും പോയി. ആ ഒരു ടെൻഷനായിരുന്നു മനസ്സിൽ. ആ സമയത്ത് ചന്ദ്രമതി നേരെ സുധീരുടെ അടുത്തേക്ക് വന്നു. സുധീരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് പോകാൻ നോക്കണം. നാളെ നമുക്കൊരു വക്കീലിനെ കാണാൻ പോണം. വക്കീലിന് എന്തിനമ്മേ? നിനക്ക് ഡിവോഴ്സ് വേണ്ടേ? അമ്മ അത് വേണോ? അത് പിന്നെ അവള് മിണ്ടി പോയേക്കരുത്. ഇത്രയും കിട്ടിയിട്ട് നീ പഠിച്ചില്ലേടാ? നീ ഒരാണാണോ? നീ എന്റെ വയറ്റിൽ തന്നെ നീ വന്ന് പിറന്നല്ലോ. ഏത് സമയത്താണോ എന്തോ നിന്നെപ്പോലെ ഒരുത്തിന് ജന്മം ഞാൻ നൽകിയത്. നീ കാരണം എനിക്ക് എപ്പോഴും എവിടെ നാണക്കേട് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുന്ന് കരുതി വീട്ടിൽ പോലും എനിക്ക് നാണക്കേടാ, അറിയാലോ എന്നൊക്കെ പറഞ്ഞു. കുറെ ചീത്ത പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിലോ അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ. സച്ചിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. സച്ചി അന്ന് മദ്യപിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ കുറെ കാലമായിട്ട് സച്ചി മദ്യപാനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം സച്ചിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. അപ്പം തൻ്റെ വാക്കിൻ്റെ വിലയില്ല. ദേവുവിൻ്റെ കല്യാണം അവർ നടത്തുവോ എന്നൊക്കെ ഒരു ചിന്ത. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ബാറിലേക്ക് മദ്യപിക്കാൻ പോയി. അങ്ങനെ ഇരുന്ന് മദ്യപിക്കുകയാണ്. മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ അടുത്തേക്ക് മഹേഷ് വന്നു. മഹേഷ് വന്നിട്ട് സച്ചിയോട് ചെയ്തു, എന്താടാ ഇങ്ങനെ? സാധാരണ നീ മദ്യപിക്കാറില്ലായിരുന്നല്ലോ ഈയിടെയായിട്ട്. മദ്യപാനമൊക്കെ നിർത്തിയല്ലേ? എന്ത് ചെയ്യാനാന്ന് പറയടാ? ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങണേ. ആ സമയത്ത് രേവതി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സച്ചി കോൾ എടുത്തില്ല. കാരണം സച്ചിക്ക് മനസ്സിലായി, ഇപ്പൊ താൻ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. തന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം താൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവള് അത് കരുതണ്ടെന്ന് കരുതിയിട്ട് സച്ചി കോൾ എടുക്കായിരുന്നേ. പക്ഷെ രേവതിക്ക് ടെൻഷനായിരുന്നു. ദൈവമേ, സച്ചിയോട് രാവിലെ അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു. വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, തന്നോട് പിണക്കമാണോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി വന്നു. സച്ചി വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി സച്ചി നല്ല ഫിറ്റാന്നുള്ള കാര്യത്തില്. ദൈവമേ, ഇതെങ്ങാനും അച്ഛൻ കണ്ടിട്ടുണ്ട് തീർന്നു. ഇനി മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അച്ഛൻ കണ്ട പിന്നെ അത് മതി. അച്ഛനെ ദേഷ്യപ്പെടും. പിന്നെ അത് മാത്രമല്ല, അച്ഛന് ടെൻഷനാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിയിലുള്ള സമാധാനം കൂടെ പോവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.